അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധവും പരിപാവനവുമായ സുന്ദരമായ ഓരോ ദിവസങ്ങളിലും ഓരോ ഇൽമുകളാണ് കുറഞ്ഞ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നാളെ നമുക്ക് ഉപകാരപ്രദമാകാൻ എന്ന നിയത്തോടെയാണ്. അതാണ് വിശ്വാസികൾ. മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്നും ആ മരണത്തിന് ശേഷം നമുക്ക് വിചാരണയുണ്ട് എന്നും ആ വിചാരണയിൽ നന്മകൾ അധികരിച്ചവർ സ്വർഗത്തിലാണെന്നും തിന്മകൾ അധികരിച്ചവർ നരകത്തിലുമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹു നമ്മളെയൊക്കെ ആ വിഭാഗത്തിൽ പെടുത്തട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മങ്ങളും, നമ്മളിപ്പോൾ നിസ്കരിക്കണം എന്തിനാണ്, നോമ്പെടുക്കണം എന്താ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പരലോകത്തെ സ്വർഗം കിട്ടാനാണ്. എന്നാൽ മഹതിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നതായി കാണാം, 7 സ്വഭാവങ്ങൾ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, 7 സ്വഭാവങ്ങൾ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവന് നാളെ സ്വർഗം ഉറപ്പാണ്. നല്ല മരണം കിട്ടും, ഖബറിൽ വിചാരണയില്ല, നാളെ പടച്ചവന്റെ പരലോകത്ത് വിചാരണയില്ല, സ്വർഗത്തിൽ മാലാഖമാരുടെ അകമ്പടിയോടമാണ്, ഉഹുദ് മലയോളം അവന് പ്രതിഫലമുണ്ട്. അങ്ങനെ തുടങ്ങി എണ്ണയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ അവന് കിട്ടുമെന്ന് മഹതിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന 7 സ്വഭാവങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ പറഞ്ഞു പോകാം, കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, നാം ജീവിതത്തിൽ ചേർത്തു പിടിക്കേണ്ട, നല്ല മരണം കിട്ടാൻ, ആഖിബത്ത് നന്നാകാൻ, ഖബറിൽ വിചാരണയില്ലാതിരിക്കാൻ ഒന്നാമത് ചെയ്യേണ്ടത് സ്വന്തം ശരീരത്തെ ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിക്കലാണ്. ഹറാമിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ ഇന്നലത്തെ ദിവസം ഒന്ന് എടുത്തു നോക്കി. എപ്പോഴാണോ ഇന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നത്, അതെപ്പോഴായിക്കോട്ടെ, ഇന്നലത്തെ ദിവസം ഒന്ന് എടുത്ത് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ വേണ്ടി ആ കട്ടിലേക്ക് ചെല്ലുന്നത് വരെ എത്ര ഹറാം നമ്മൾ കണ്ടു. ഒരു ദിവസത്തെ കണക്കാണേ, കണ്ണുകൊണ്ട് കണ്ടു. എത്ര ഹറാം കാതുകൊണ്ട് കേട്ടു, എത്ര ഹറാം നാവ് കൊണ്ട് പറഞ്ഞു, എത്ര ഹറാം നമ്മൾ ഖൽബ് കൊണ്ട് ചിന്തിച്ചു. ഇതൊക്കെ വെറുതെ, എത്ര ഹറാമ് കൈകൊണ്ട് ടൈപ്പ് ചെയ്തു, എത്ര ഹറാമിലേക്ക് നടന്നുപോയി. ഇതൊക്കെ ചെയ്യുന്നത് ഹറാമല്ലേ? ഹറാമില് കണക്കുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹറാമിൽ നിന്ന് ശരീരത്തെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് സ്വർഗമുണ്ട്, ഉറപ്പാണ്. അല്ലെ? ഖുർആൻ പറഞ്ഞ എന്താ? വലിമൻ ഖാഫ മഖാമ റബ്ബി, ആര് പടച്ചവന് വേണ്ടി ഭയപ്പെടുന്നുവോ, വലിമൻ ഖാഫ മഖാമ റബ്ബിക്ക് 2 സ്വർഗം ഉണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആയിഷ ബി പറഞ്ഞു, ഒന്നാമത്തത് ഹറാമിൽ നിന്ന് സൂക്ഷിക്കുക. ശരീരത്തെ, അവയവങ്ങളെ എല്ലാം ഹറാമിൽ നിന്നൊന്ന് സൂക്ഷിക്കാൻ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സ് കൊണ്ടുവന്നാൽ ഉറപ്പിച്ചോ നല്ല മരണമാണ്. രണ്ടാമത്തത്, ബാങ്കിന് മുമ്പേ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. എന്ന് പറഞ്ഞാൽ ളുഹർ ബാങ്ക്, നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച ജോലിയായിരിക്കും, ഇല്ലേ? അസർ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ക്ഷീണത്തിന്റെ സമയം, മഗ്രിബ് നമ്മൾ കുളിച്ച് മക്കളെയൊക്കെ റെഡിയാക്കി, അല്ലെങ്കിൽ ആട്ടുംകൂട് അടച്ച്, കോഴിക്കൂട് അടച്ച്, ഗേറ്റൊക്കെ അടച്ച്, എല്ലാം ആ ടൈമാണ്. ഇശാ നമസ്കാരം അത് പിന്നെ കാത്തിരിക്കാൻ വേണ്ടി, സുബൈ 6 മണിക്ക് നമസ്കാരം പോരാ. ഇത് മഹദിയവകൾ പറയുന്നത്, ബാങ്ക് വിളിക്കുന്നത് ഉദാഹരണത്തിന് 12:30ക്കുമാണ് ളുഹർ ബാങ്കെങ്കിൽ ഒരു 12:20 ആകുമ്പോഴേ റെഡിയായി നിസ്കാരപ്പായി, നിസ്കാര കുപ്പായിട്ട് കാത്തിരിക്കുക. അസർ ഒരു 3:40 ഒരു 3:30 3:35 ആകുമ്പോൾ ബാങ്കിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നിസ്കാരത്തെ കുപ്പായിട്ട് ഒളുവൊക്കെ ചെയ്ത് ബാങ്കിനെ പ്രതീക്ഷിച്ച് നിസ്കാര സ്ഥലത്തിരിക്കുക. മഗ്രിബിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ അൽഹംദുലില്ലാ എല്ലാ ദിവസവും മഗ്രിബിന് മുമ്പ് ഈ ചാനലിലൂടെ തന്നെ കുറച്ച് ദിക്റുകളും ദുആകളൊക്കെ ചെല്ലുന്നുണ്ട്. അതൊക്കെ ചൊല്ലി നിസ്കാരപ്പായിൽ നിന്ന് ചൊല്ലുക. അപ്പോഴേക്ക് ബാങ്ക് കേൾക്കുക. അത് വലിയ നേട്ടമാണ്. ഇശാക്ക് പിന്നെ നമ്മൾ മഗ്രിബ് കഴിഞ്ഞ് കുറച്ച് ഔറാദുകളൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ, പ്രശ്നമില്ല. സുബൈക്ക് ബാങ്കിന് മുമ്പേ ഒരുങ്ങിയിരിക്കുക. അതാണ്, ബാങ്കിന് മുമ്പ് നമസ്കാരത്തെ ഒരുങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലമുണ്ട്. മൂന്നാമത്തത്, ഏതൊരു കാര്യവും കൂടി ആലോചന നടത്തുക. എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സാധനം വാങ്ങണം, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ വാപ്പയോട്, ഭർത്താവിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ വാപ്പയോട്, ഭർത്താവിനോട്, മക്കളോട്, അതൊക്കെ നമ്മൾ കൂടി ആലോചിക്കണം. സഹോദര, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരോട്, നമുക്ക് അസൂയയില്ലാത്തവരോട്, നമ്മളെ നന്മ ആഗ്രഹിക്കുന്നവരോട്, ഏതൊരു കാര്യവും കൂടി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ കൂടിയാലോചന ചെയ്തിട്ട് തീരുമാനമെടുത്താൽ അതിൽ ബറക്കത്തുമുണ്ട്, ജീവിതത്തിൽ സന്തോഷമുണ്ട്, മരണത്തിന് ഖൈറുണ്ടെന്ന് മഹതിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ
മുത്ത് നബിയിൽ നിന്ന് പറയുകയാണ്. നാലാമത്തത് പറയാണ്, എന്നോട് ആര് പിണങ്ങിയാലും എന്നോട് കുടുംബ ബന്ധം മുറിച്ചാലും ഞാൻ അവരോട് പോയി മിണ്ടും, പിണക്കം മാറ്റും. ഇതൊരു വലിയ പോസിറ്റീവ് മൈൻഡാണ്. നമ്മളോട് ഒരാൾ പിണങ്ങി, പ്രശ്നമില്ല, നമ്മൾ അങ്ങോട്ട് പോയി സലാം പറയുക, അവരോട് പിണക്കം മാറ്റുക. നമ്മളോട് വെറുപ്പാണ്, നമ്മൾ അങ്ങോട്ട് മിണ്ടുക. ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന പ്രതികരണം കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. ഒരാളോടും പിണങ്ങാൻ പാടില്ല. പിണങ്ങിയാൽ അവർ നമ്മളോട് പിണങ്ങി വിചാരിച്ചു, നമ്മൾ അങ്ങോട്ട് ഒരു സലാമെങ്കിലും പറയുക. അങ്ങനെ എന്നോട് ആരെങ്കിലും പിണങ്ങിയാൽ ഞാൻ അങ്ങോട്ട് പോയി പിണക്കം മാറ്റി ആ ബന്ധം സുദൃഢമാക്കാൻ പരിശ്രമിക്കുമെന്ന് മഹതിയായ ആയിഷ. അഞ്ചാമത്തത്, ഞാൻ ഒറ്റയ്ക്ക് ഒന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കും. ഞാൻ ഒരു ഉരുള ഭക്ഷണമെങ്കിലും കൊടുക്കും. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭക്ഷണം സ്വതക്ക കൊടുക്കും. സ്വതക്കകൾ വെച്ച് ഏറ്റവും നല്ല സ്വതക്ക ഇത്ആമുത്തു ആം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. അതോടൊപ്പം തന്നെ ആ ഭക്ഷണം കൊടുക്കൽ വലിയ നേട്ടാന്ന്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഭക്ഷണം കൊടുക്കൽ നേട്ടം കാരണം ആ ഭക്ഷണം കൊണ്ട് ഒരാൾ ചെയ്യുന്ന നന്മകളെല്ലാം നമുക്ക് കിട്ടും. അങ്ങനെയാണ് നിബിതങ്ങളുടെ സ്വഭാവം. അതുകൊണ്ടാണ് നബിയെ ഇസ്ലാമിലെ ഏറ്റവും നല്ല സ്വതക്ക ഏതാ? നിബിതങ്ങൾ പറഞ്ഞത് ഭക്ഷണം കൊടുക്കലാണ്. ഇത്ആമുത്തു ആം. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു. ഉദാഹരണം, നമ്മളൊരാൾ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ കൊണ്ടുപോയി കള്ളു കുടിക്കൂലെന്നും ഹറാമിന് ചെലവഴിക്കൂലെന്നും എന്താണ് ഉറപ്പ്? ഭക്ഷണം വാങ്ങിക്കൊടുത്തു, അതും കഴിക്കുമല്ലോ, അതവന്റെ പള്ളയിലേക്കല്ലേ പോവാ, ഉറപ്പല്ലേ? അതുകൊണ്ട് ഭക്ഷണം കൊടുക്കൽ നേട്ടമാണ്. അതോടൊപ്പം ആറാമത്തത്, ഒരാളെങ്കിലും എന്നോട് ചോദിച്ചാൽ വെറും കൈയോടെ മടക്കൂല. ലമറുദ്ദസാഇല, ഒരാളെ ഞാൻ മടക്കൂല. കയ്യിലൊന്നുമില്ല, നല്ലൊരു വാക്കെങ്കിലും ഞാൻ പറയുമെന്നാണ്. അതാണ് നമുക്കും വേണ്ടത്. വീട്ടിൽ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ ജനലിൽ കൂടെ നോക്കും, കോളിംഗ് ബെൽ അടിക്കും, മുത്താലിങ്ങളാണ്, ഓ വന്നിട്ടുണ്ട്, വാതിൽ ഉറക്കൂല. പാടില്ല. തുറക്കുക, അവർക്ക് ഒന്നുമില്ല കേട്ടോ, അടുത്തതിന് വരുമ്പോൾ തരാം, അത് മതി. അവർ കയറി നമ്മൾ അടിക്കൊന്നുമില്ലല്ലോ. ഒന്നുകിൽ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറയുക. വാതിൽ തുറക്കാതെ മിനിറ്റുകളോളം മണിക്കൂറുകളോടെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും സ്വതക്ക ചോദിച്ചാൽ അത് കൊടുക്കണമെന്നാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. വെറുതെ മടക്കാൻ പാടില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ വലിയ നേട്ടമുണ്ടെന്നാണ് നമുക്കറിയാം. ദിവസത്തിൽ 1 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുന്ന, ഏറ്റവും കുറഞ്ഞാണ് 1 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാകണം. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മുടെ വീട്ടിൽ ചില ബോക്സ് ഉണ്ടാകും, പള്ളികളിലെ യത്തീംഖാനകളിലെ. അപ്പൊ അവിടെ ഒരു ചില്ലറ പൈസ ഇട്ടൊക്കെ എല്ലാ ദിവസവും ഇത് ഇടുക. അതുപോലെ നേട്ടാണ്. അത് നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്ത ആരുമില്ല. നമ്മളിങ്ങനെ വാട്സപ്പ് നോക്കുമ്പോൾ ചികിത്സ ഒരു 10 രൂപ, ഒരു 50 രൂപ, 100 രൂപ കൊടുക്കുക. അക്കലെ നേട്ടാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഏഴാമത്തത് പറഞ്ഞു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാ, നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഹയ്യ അലൽ ഫലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ വസീലത വൽ ഫദിലത വദറജത റഫിഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്തഹു വർസുഖ്നാ ശഫാഅതു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന് ദുആ ചെയ്തു കൂടെ ഒരു ആയത്തുൽ കുർസിയും കൂടെ ഓതിയാൽ ഖബർ പ്രകാശിക്കുന്ന, മുഖം പ്രകാശിക്കുന്ന, ജീവിതത്തിൽ മരണവേദന അറിയില്ലെന്നാണ്. ഈ 7 സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് മുതൽ ഒരുക്കി തയ്യാറാക്കാൻ പരിശ്രമിച്ചാൽ, ഉപ്പമാരെ എഴുതി 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 വെച്ചോ. ആയിഷ ബീവിയാ പറയണത്, മുൻഗാമികൾ രേഖപ്പെടുത്തുന്നു, അവർ ചെയ്തവർക്കൊക്കെയും വലിയ ഗുണങ്ങൾ കിട്ടിയ പ്രയാസ, പ്രതിസന്ധി, സങ്കട, നൊമ്പരങ്ങളുടെ എല്ലാ കടലലകളും മാറിമറിഞ്ഞ അത്ഭുതത്തിന്റെ 7 സ്വഭാവ ഗുണങ്ങളാണ്. അള്ളാഹ് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ട പിന്നെ പറയാനുണ്ടോ? ഈ 7 സ്വഭാവങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചേർത്ത് പിടിക്കാൻ ഭാഗ്യം തരട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ കാര്യങ്ങൾ അള്ളാഹു സ്വർഗ്ഗത്തിലെത്തിക്കുമെന്നാണ്. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓരോ ലൈക്കും മറ്റുള്ളവരിലേക്ക് എത്താൻ ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ, ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്ന ചാനൽ, 2 ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മജ്ലിസാണ്. അതുപോലെ ആമീൻ, ആയിരങ്ങൾ ആമീൻ പറയുന്ന തിബ്ബുസ്സലാത്തൊക്കെ ചൊല്ലുന്നൊരു മജ്ലിസാണ്. ആ 2 ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ രക്കണം. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിനോട് എല്ലാവരും അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.